ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം ചിപ്സാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചിപ്സാണിത്. അതുപോലെ തന്നെ ബനാന ചിപ്സിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കണ്ടു നോക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ നേന്ത്രപ്പഴം ചിപ്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 4 നേന്ത്രപ്പഴമാണ്. ഇത് ഒരുപാട് പഴുത്തൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ വന്നിട്ടേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനധികം മധുരം ഉണ്ടാവില്ല, ചെറിയൊരു രീതിയിലുള്ളൊരു മധുരം ഉണ്ടാവുള്ളൂ. നമുക്കിത് ഈ ഒരു രീതിയിൽ കഴിക്കാൻ പറ്റില്ല, ഇതിന് കറ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഈ നേന്ത്രക്കായുടെ തൊലി കളഞ്ഞെടുക്കാം. ഈ നേന്ത്രക്കായുടെ ലൈൻ പോലെ കാണുന്ന എഡ്ജസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ചിട്ട് ഒന്ന് വരഞ്ഞെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബനാന ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 4 നേന്ത്രപ്പഴാട്ടോ. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തൊലി പൊളിച്ചെടുക്കാം. ഇപ്പോൾ 4 നേന്ത്രപ്പഴവും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നൈഫ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസർ യൂസ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈവനായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഒരുപാട് സമയം എടുത്തു വയ്ക്കരുത്. കട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കനത്തിൽ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾ ഫിംഗർ വെച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഈവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലല്ലാതെ നമുക്ക് ചെരിച്ചും കട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സൈഡ് കട്ടി കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ തിക്നെസ്സിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചിപ്സൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു അടികട്ടിയുള്ള പാത്രം വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചിപ്സ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്ക് നേന്ത്രക്കായ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടി പിടിക്കില്ല, അല്ലെങ്കിൽ നമ്മളിത് ഒരുമിച്ചിടുമ്പോൾ കട്ട പിടിച്ചു പോകും. അപ്പോൾ ചിപ്സിൻ്റെ ഒട്ടി പിടിച്ച സൈഡ് ചിലപ്പോൾ ഫ്രൈ ആവാതെയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇടുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വറിയിടാവേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നേന്ത്രപ്പഴമൊക്കെ ഒരു ട്രിപ്പിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായി ചൂടാക്കിയ ശേഷമാണ് നമ്മൾ ബനാന ചിപ്സ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കുറച്ച് സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിപ്സിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഡയറക്റ്റ് ഉപ്പുവെള്ളം തെളിക്കുന്നില്ല. നിങ്ങളിപ്പോഴാണ് ഉപ്പുവെള്ളം തെളിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഡയറക്റ്റ് നമ്മൾ എണ്ണയിലേക്ക് ഉപ്പുവെള്ളം തെളിക്കുന്നുണ്ട്, അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഞാനിവിടെ കോരി മാറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നൊക്കെ പേടിയുള്ളവർ അങ്ങനെ ചെയ്താൽ മതി, അതാണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഓയിലൊന്നും അധികം കുടിച്ചിട്ടില്ല, ഇത്രയും എണ്ണ നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നേന്ത്രക്കായയുടെ പാകമാണ്. ചെറിയൊരു മധുരമേ വരാൻ പാടുള്ളൂ, ഒരുപാട് പഴുത്ത പഴമൊന്നും എടുത്ത് ഫ്രൈ ചെയ്യരുത്. 2 ബനാന ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. മാത്രമല്ല
ചെറിയൊരു സോൾട്ടി ടേസ്റ്റും സ്വീറ്റ്നെസ്സും കൂടെ ഉള്ള ഒരു ചിപ്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണിത്. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ബനാന ചിപ്സിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കുക. ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 2 റെസിപ്പികളാണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി കോരി മാറ്റാം. പിന്നെ ഇത് നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ കളറാവാൻ നിൽക്കരുത്. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നിങ്ങളിത് കോരി മാറ്റണം. അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞൊരു ടേസ്റ്റ് വരും കേട്ടോ. കണ്ടോ, ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കോരി മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.